ഗസയിലെ യുദ്ധം 9 മാസം പിന്നിടുമ്പോൾ സൈനിക നേതൃത്വം ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു, ആശുപത്രികൾ ബോംബിട്ട് തകർത്തു, ഇൻക്യുബേറ്ററിൽ കഴിയുന്ന നവജാത ശിശുക്കളെ പോലും ഇല്ലാതാക്കി, പാർപ്പിട സമുച്ചയങ്ങൾ ഭൂരിഭാഗവും തകർത്തു, വെള്ളവും ഭക്ഷണവും തടഞ്ഞ് പട്ടിണിക്കിട്ട് നിരവധി പേരുടെ ജീവൻ കളഞ്ഞു. വടക്കൻ ഗസ കഴിഞ്ഞ് ഖാൻ യൂനിസിലേക്കും പിന്നെ തെക്കേ അറ്റത്തെ റഫയിലേക്കും എല്ലാം തകർത്തു. ഇതെല്ലാം ചെയ്തിട്ട് എന്തു നേടി, ഇനി എന്ത് എന്ന ചോദ്യം സൈന്യം ഉയർത്തുന്നു. ആ ചോദ്യമൊന്നും ചോദിക്കേണ്ട, സൈന്യം താൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് നെതന്യാഹുവും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഈ തർക്കം ഗസ യുദ്ധത്തെ എവിടെ കൊണ്ടെത്തിക്കും? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 8 മാസത്തെ യുദ്ധത്തിനിടയിൽ ഹമാസിന്റെ ഭൂരിഭാഗം സംഘങ്ങളെയും ഇല്ലാതാക്കിയെന്നും അവശേഷിക്കുന്ന ചുരുക്കം സംഘങ്ങളെ ഇല്ലാതാക്കാനാണ് റഫ ആക്രമിക്കുന്നത് എന്നുമായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഗസയിൽ ഉടനീളം കനത്ത പ്രത്യാക്രമണമാണ് ഹമാസ് ഇസ്രായേൽ സേനയ്ക്കു നേരെ ഇപ്പോഴും നടത്തുന്നത്. റഫയിൽ ഹമാസ് ആക്രമണത്തിൽ ഒറ്റ ദിവസം 8 പേർ കൊല്ലപ്പെട്ടു. അതേ ദിവസം തന്നെ വടക്കൻ ഗസയിൽ 2 പേർ കൊല്ലപ്പെട്ടതായി IDF സമ്മതിച്ചു. അപ്പോൾ തെക്കു മുതൽ വടക്കുവരെ ഹമാസ് ശക്തമാണെന്ന് ഇത് തെളിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 314 ഇസ്രായേലി സൈനികരാണ്. 7000 ഇസ്രായേലി സൈനികർ കയ്യോ കാലോ നഷ്ടപ്പെട്ടെന്ന വാർത്ത ഇസ്രായേലി സേന തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഒരു പരിക്കുമേൽക്കാത്ത സൈനികരിൽ ഭൂരിഭാഗം പേരും കടുത്ത മാനസിക വിഭ്രാന്തിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും വാർത്തയിൽ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇസ്രായേൽ സേന ഗസയിൽ ഒരു ടാക്ടിക്കൽ പോസ്റ്റ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പകൽ സമയത്ത് ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ വെടിനിർത്തുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഈ സൈന്യത്തിൻ്റെ ഈ പ്രഖ്യാപനം നെതന്യാഹുവോ യുദ്ധ ക്യാബിനറ്റിലെ മറ്റാരുമോ അറിഞ്ഞില്ല. ഉടനെ തന്നെ നെതന്യാഹു ഇക്കാര്യം നിഷേധിക്കുകയും യുദ്ധലക്ഷ്യങ്ങൾ നേടാതെ വെടിനിർത്തലില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇസ്രായേൽ സേനയും നെതന്യാഹുവും തമ്മിലുള്ള തർക്കം പുറത്തെത്തിയതിൻ്റെ ആദ്യ സൂചനയായിരുന്നു ഇത്. ടോട്ടൽ വിക്ടറി അഥവാ സമ്പൂർണ്ണ വിജയം നേടാതെ ഈ യുദ്ധം നിർത്താനുള്ള ഉദ്ദേശമില്ല എന്നും ഗസയിൽ ഹമാസിൻ്റെ ശക്തി ഇല്ലാതാക്കുക എന്നതാണ് ടോട്ടൽ വിക്ടറിയുടെ അർത്ഥമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഉടനെ IDFൻ്റെ അഥവാ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാരി രംഗത്തു വന്നു. ഹമാസ് ഒരു ആശയമാണെന്നും അതിനെ ഇല്ലാതാക്കുക അസംഭവ്യമാണെന്നും IDF വ്യക്തമാക്കി. ഹമാസ് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ സംഘമാണെന്നും ഹഗാരി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിന് കൃത്യമായ പദ്ധതി ഇല്ല എന്ന വിമർശനവും IDF പരസ്യമായി ഉന്നയിച്ചു. തൊട്ടുടനെ നെതന്യാഹുവിൻ്റെ പരസ്യ മറുപടി വന്നു. ഈ യുദ്ധത്തിന് തൻ്റെ മന്ത്രിസഭ ഒരു ലക്ഷ്യം നിർണ്ണയിച്ചിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുക എന്നതടക്കമുള്ള ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് സൈന്യത്തിൻ്റെ ജോലിയെന്നും നെതന്യാഹു തിരിച്ചടിച്ചു. ഈ യുദ്ധം അവസാനിച്ചാൽ തൻ്റെ കസേര തെറിക്കുമെന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. തൻ്റെ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളുമായും തൻ്റെ ഭരണസഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ നേതാക്കളുമായും ബൈഡൻ ഭരണകൂടവുമായും പരസ്യമായി ഭിന്നത നെതന്യാഹുവിന് നേരത്തെ തന്നെയുണ്ട്. അതിനു പുറമെയാണ് സൈനിക നേതൃത്വവുമായും ഭിന്നത രൂക്ഷമാകുന്നത്. ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറൽ ഗാഡി ഷെംനി പറയുന്നത് സൈന്യം ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഭരണതലത്തിലുള്ള ഒരു വിഭാഗം സൈന്യത്തിലും വിശ്വസിക്കുന്നില്ല. ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള അപ്രതീക്ഷിത ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് ഇസ്രായേലി സുരക്ഷാ വിഭാഗത്തെ നെതന്യാഹു അന്ന് തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് ചെറിയ അസ്വാരസ്യങ്ങൾ. ഇപ്പോൾ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ പ്രായോഗികമായ ഒരു നയം വ്യക്തമാക്കാതെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് നെതന്യാഹുവിൻ്റെ താൽപ്പര്യം. അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയെ ഗസയുടെ ചുമതല ഏൽപ്പിക്കണം എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും പറയുന്നുണ്ട്. എന്നാൽ നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഗസ ഇസ്രായേൽ തന്നെ ഭരിക്കണം എന്ന് ശഠിക്കുന്നു. യുദ്ധാനന്തര ഗസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിൽ സർക്കാരിൻ്റെ പരാജയം ഇതുവരെ ഉണ്ടാക്കിയ യുദ്ധത്തിലെ നേട്ടങ്ങൾ പാഴാക്കും എന്നാണ് സൈനിക നേതാക്കൾ പറയുന്നത്. ഗസക്കു പുറമെ മറുഭാഗത്ത് ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണവും കൂടി വരികയാണ്. സൈന്യവും നെതന്യാഹുവും തമ്മിൽ ഭിന്നത രൂക്ഷമായാൽ ഇസ്രായേലിൻ്റെ ഭാവി തന്നെ അവതാളത്തിലാകും. ഈ വിഷയം ഉന്നയിച്ച് നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അലയടിക്കുന്നത്.